ഗൈസ് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ തൊപ്പി വാങ്ങിക്കാൻ വന്നതാണ്. ഇപ്പോൾ ഇവിടെ തല ഇങ്ങനെ വെക്കുന്ന ഒരു തൊപ്പി പോലെ വല്ലം ഇവിടെ ഹിന്ദി വേണ്ട വേണ്ട കറുപ്പ് നിറത്തിലുണ്ടോ ചോദിച്ചേ? ഇതുപോലത്തെ വേണ്ടിയേ അത് വേണം. അത് ഭയങ്കര ചൂടെടുക്കും അമ്മ. പക്ഷെ ഇത് പറന്നു പോകും. നമ്മൾ തൊപ്പി എടുത്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ്. നമുക്ക് അളവൊക്കെ കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും. അതുപോലത്തെ തൊപ്പി നമ്മൾ എടുത്തത്. നമ്മൾ അങ്ങോട്ട് മാർക്കറ്റിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം. ഇങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ നടക്കുവാണ്. ക്രോസ് ചെയ്യുകയാണ് റോഡ്. സൂക്ഷിച്ച് ക്രോസ് ചെയ്യുക അല്ലേ? പെട്ടെന്ന് എല്ലാവരും ഭയങ്കര നൂറിലാണ് ഇവിടെ പോകുന്നത്. എന്താ കാര്യമെന്ന് അറിയത്തില്ലേ. അത് ബാലൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എല്ലാവരും ഭയങ്കര നൂറിലാണ് ഇവിടുത്തെ ആൾക്കാർ നടക്കുന്നതും പോകുന്നതൊക്കെ. ഇവിടെയൊക്കെ പച്ചക്കറി കച്ചവടം കിടും. ഇവിടെ ഫുള്ള് പച്ചക്കറി കച്ചവടങ്ങളാണ്. അതാണ് ഇവിടെ എല്ലാ ടൈപ്പ് സാധനങ്ങളും കിട്ടും അല്ലേ? ഇവിടെ ഇത് പൊടി എന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞളും ഒക്കെ വിൽക്കുന്ന കടയാണിത്. ഇത് കമ്മലും കുമ്മലും ഒക്കെ മാലയൊക്കെ പഴം മാത്രം വിൽക്കുന്ന അങ്ങനത്തെ കുറെ കച്ചവടമൊക്കെ ഉണ്ട്. മെഡിക്കൽ സ്റ്റോറും ഉണ്ട്. അപ്പം നേരെ നടക്കാം. ഇപ്പം നട്ടുച്ചയായി. എന്നാലും നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ മറന്നുപോയി. അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ വന്നതാണ് ഇപ്പോൾ മാർക്കറ്റിലോട്ട്. എന്തെങ്കിലും നോക്കണം വാങ്ങാൻ പറ്റുമോയെന്ന്. ഇന്നിപ്പോൾ ഉച്ചയായതുകൊണ്ടായി വലിയ തിരക്കില്ലാത്ത. രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കുണ്ട് അല്ലേ? നമ്മളിപ്പോൾ നേരെ ഇവിടെ ഇതുപോലത്തെ എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ വിൽക്കുള്ളൂ. ഇവിടെ കുറെ ഇല മാത്രം വിൽക്കുന്ന കട. ഇവിടെ ഫുള്ള് ഇല സംഭവമാണ്. അതാണ് നമുക്ക് വേണ്ടിയേ. ഈ സാധനമാണ് നമുക്ക് വേണ്ടിയേ. എടുത്തു തരും. ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയത്തില്ല. ഇതും അത് തന്നെയാണ്. ഇതെന്ത് സാധനം? കടല, ഇത് വഴുതനങ്ങ, ഇത് കാബേജ്, ഇത് മറ്റേ മധുരമുള്ള കിഴങ്ങ്, ഇത് ക്യാരറ്റ്, ഇത് കുക്കുമ്പറല്ലേ? കുക്കുമ്പർ എല്ലാം ഉണ്ട്. നമ്മൾ സാധനം വാങ്ങിച്ച് കാണിച്ചാണ്. 40 रुपए किलो है. 40 रुपए किलो है. 140. കഞ്ചാണ്ടത് കാച്ചില് 140 രൂപ കിലോ. ഇത് പച്ച മഞ്ഞള്. പച്ചത്തിലുള്ള മഞ്ഞളാണിത്. പച്ച നിറത്തിലല്ല, പച്ചമഞ്ഞൾ. എന്നുവെച്ചാ ഉണങ്ങാത്ത മഞ്ഞള്. അത് നമ്മളിപ്പോൾ നടക്കുകയാണ് ഇങ്ങനെ. പാലക്ക് തന്നെ വേണോ അതോ മറ്റേ നമ്മുടെ ഇതില്ലേ കൈപ്പുള്ള ഇല എന്തോട്ടെ?
ഇവിടെ കണ്ടല്ലേ കോളിഫ്ലവർ. ഇത് കണ്ട് ഡിസൈൻ കണ്ട, ഇവിടെ കണ്ട ഡിസൈൻ, ഉയർന്നു നിൽക്കുന്ന ഡിസൈൻ. ഇങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെ വയ്ക്കുന്നു, ഇച്ചിരി സാധനമേ കാണത്തുള്ളൂ. പിന്നെ കുറച്ച് സാധനമേ കാണത്തുള്ളൂ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാണത്തുള്ളൂ അവിടെ. പിന്നെ വലിയ വലിയ കടകളിലാണ് വലിയ വലിയ ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ഇത് എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഈ തറ വെച്ചിരിക്കുന്നത് എന്തുവാന്ന് അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനൊരു തൊപ്പിയൊക്കെ വെച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. ഭയങ്കര വെയിലാണ് ഇപ്പോൾ വെളിയിൽ. ഇതൊരു പ്ലാസ്റ്റിക്കും സ്റ്റീലിലേക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ്, വലിയ കടയാണ്. ഇത് കണ്ടോ, ഇതെന്താ ക്യാബേജാണ്? അത് കോളിൻ്റെ റബ്ബർ. ഇത് മതിയോ? അല്ലേ നമ്മൾ സ്ട്രേറ്റ് പോവാണ്. അപ്പം നമ്മൾ തിരിച്ചു കിടക്കണം. ഇവിടെ കണ്ടില്ല സാധനം നമുക്ക് വേണ്ടിയ. തിരിച്ചു കിടക്കാം ഗൈസ്. എന്നാ ഇവിടെ ചില വലിയ വലിയ കടകളും ഉണ്ട്. ഇവിടെ ചെറിയ അതും മറ്റേതിനേക്കാളും എന്ത് വലിയ മത്തങ്ങ പോലത്തെ സാധനം. മത്തങ്ങ അല്ല, വാട്ടർ മെലൺ. മത്തങ്ങയല്ല, ഇതല്ലാത്ത മത്തങ്ങ. പക്ഷെ അഞ്ഞ വലിപ്പമുള്ള മത്തങ്ങ. ഇതെന്താ സാധനമായിട്ട് എനിക്ക് കുറേ നേരമായിട്ട് മനസ്സിലായിട്ടില്ല. ഉണ്ണിയപ്പൊക്കെ വിൽക്കുന്നുണ്ട് അവര്. ഇവിടെ ഒരു വാച്ച് കടയുണ്ട്, ക്ലോക്ക് കടയുണ്ട് ഗൈസ്. കാണത്തില്ല ക്ലോക്ക്, ഭയങ്കര ഇരുട്ടായതുകൊണ്ട് അകത്ത്. ക്ലോക്കും വാച്ചും ഒക്കെ വിൽക്കുന്ന കടയാണ് ഇവിടെ. 10 രൂപയാണ് ഇതിന്. अजून बाडी गावठी आहे ना ती घेतलेली त्यांनी 50 रुपयाला दिलेली त्याला सर्व पण तो अजून आला नाही म्हणून അപ്പം അത് നമ്മൾ വാടിയതാന്ന് പറയാൻ പറഞ്ഞു. ഗൗട്ടിയാണ്. കാരണം ഇവിടെ വാടി എന്ന് പറയുന്നത് എന്തോ മറ്റേ കൃഷിയൊക്കെ ചെയ്യുന്ന മറ്റേ നമ്മൾ സ്ഥലമില്ലേ, അതിനാണ് വാടി എന്ന് പറയുന്നത്. അപ്പൊ അവര് വാടിയതാന്ന് പറഞ്ഞപ്പം ഇങ്ങനെ സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഡയറക്റ്റ് പറിച്ച് വിൽക്കുന്ന സാധനം. നമ്മളിങ്ങനെ ഇവിടെ ചെരുപ്പ് കടയുണ്ട് വലിയൊരു. അവിടെ ചെരുപ്പ് മാത്രമേ വിൽക്കത്തുള്ളൂ, ചെരുപ്പ് കടയായതുകൊണ്ട്. ഇവിടെ സ്വീറ്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്, ജിലേബിയും ഇവിടെ വലിയ കട. രണ്ട് ഇതിനകത്ത് വിൽക്കുന്നതാണ്. ഇതാണ് നമുക്ക് ഇത് വാങ്ങുന്നുണ്ടോ നമ്മള്? ഇതിലേതായിട്ടാ അത്? ഈ രണ്ടും ഒന്നാണ്. ഇതാണ് സംഭവം. മാങ്ങായിഞ്ചി എന്ന് പറയും, മാങ്ങായിഞ്ചി. ഇവിടെ മാങ്ങയ്ക്ക് എന്ത് പറയുന്നത്, മാംഗോ. ഇവിടെ കുറെ പൂവൊക്കെ വെച്ചിട്ടുണ്ട്. വലിയൊരു കുട. നമ്മൾ ചേച്ചി കുട വെറുതെ ചാരി വെച്ചേക്കാണ്. ചൂട് ഭയങ്കര ചൂടാണ്. ഇച്ചിരി കാറ്റത്ത് തണല് ടൊമാറ്റോ. ഇനി എത്ര രൂപയാണ്? 50 രൂപയ്ക്ക് ഏകദേശം 1 കിലോ ഒക്കെ എടുത്തുണ്ട്. മൊത്തം നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടല്ല, നമുക്ക് വീണ്ടും മുമ്പോട്ട് നടക്കാം. ഇവിടെ ഇച്ചിരി തണലുണ്ട് ഗൈസ്. ഇവിടെ ചെരുപ്പ് മാത്രം വിൽക്കുന്ന കടയുണ്ട്.
ഇവിടെ ഒരു ഫുഡ് കോർണർ പോലത്തെ സ്ഥലമുണ്ട്. ഉണ്ടല്ലേ ആണ്ട് അവിടെ വയ്ക്കുന്നു. വീണ്ടും മുമ്പോട്ട് പുറകോട്ട് പോവാ. ഇവിടെ അതാണ്ട കണ്ട ടീഷർട്ട് 200 രൂപ, ജീൻസിന് 300 രൂപ. ഇവിടെ ചെരുപ്പാണത്. ഇവിടെ ഒരു തോട്ട് എന്ന് കയറാൻ പറ്റും. ഇവിടെ പ്ലം കേക്ക് ഒക്കെ കിട്ടുന്നു. പല വെറൈറ്റി കേക്കുകളാണ്. സൗത്ത് ഇന്ത്യൻ കടയാണ്. മുമ്പോട്ട് വരാം. ഇവിടെ നല്ല തണലുണ്ട്. അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലേ? നല്ല സുഖം. ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് നല്ല രസമാണ്. നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പണ്ടത്തുള്ളൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഉണ്ട്. ഇവിടെ തയ്യക്കട, ഇവിടെ കുറേ തയ്യക്കടയുണ്ട്. ഇവിടെ ഒരു തയ്യക്കടയാണ്. ടാറ്റു മൈലാഞ്ചി ഇടും, ടാറ്റു ഇടും, എല്ലാം ഇടും. ടാറ്റു ഇപ്പൊ നമ്മൾ വീണ്ടും നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. കത്തുന്ന വെയില്. ഇതുണ്ട് തറ ഉണ്ട്, പൊള്ളി കിടക്കും. നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്നുണ്ടാവും. ചെരുപ്പിന്റെ ഒരു മുട്ടയൊക്കെ പൊരിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് BMW ഇപ്പുണ്ട് ഗൈസ്. ഗൈസ് കണ്ടുള്ളൂ BMW. അതിൻ്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട് BMW ബൈക്ക്. അതോ 1 കോടി രൂപയുടെ എടുക്കുന്നത് നമ്മുടെ BMW. സ്റ്റാർട്ടൊക്കെ ഒച്ചയൊക്കെ കണ്ട, ബുള്ളറ്റിൻ്റെ ഒച്ച BMW. നമുക്ക് ഈ ഇവിടെ നിന്ന് ഓഫ് റോഡ് ചെയ്ത് പോകാൻ താഴോട്ട്. ഞാൻ ചോക്കോപ്പ് ചെയ്യാനാണ് ഇതെന്ന് വെച്ച് തുടങ്ങി. എന്താണ്ട് നമ്മുടെ 1 കോടി രൂപയുടെ BMW. അയ്യോ കയറുന്നില്ലേ? അയ്യോ ഞാൻ എന്താണ്ട് ഇങ്ങനെ ഇരിക്കും. ഈ പ്രാവശ്യം ഗൈസിന്റെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ മേടിക്കുന്നതല്ലായിരിക്കും. ദിസ് ഇസ് ദ ഫൈനൽ ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ഓഫ് ദി ഇയർ. ഇവിടെ ഒരു ഇവിടെ കരാട്ടെ ഫ്രീ ഫയർ ടൂർണമെന്റ് ആണ്. എന്നുവെച്ചെന്ത് ഫ്രീ ആയിട്ട് തീ കത്തിക്കുന്നത്. മറ്റേ ഫ്രീ ഫയർ കളിക്കുന്ന പിള്ളേരങ്ങനെ കേൾക്കണം. എന്റെ ദൈവമേ, ഈ പാപ്പ പ്രാവൊരു പ്രാവൊക്കെ കിളി പോയ പ്രാവ്. തലപ്പിന്റെ കൂടെ പറഞ്ഞു മറ്റേ വിമാനമൊക്കെ ലാൻഡ് ചെയ്യുന്ന പോലെ തലയിലൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്നത്. എന്തോ സാധനം അത് ലാൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മള് ഇന്നലെ മറന്നുപോയ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ വാങ്ങിക്കാത്ത കാരണം ഇന്ന് കുറച്ച് വാടിയത് മറ്റേ ചീരയാണ് നമുക്ക് കിട്ടിയത്. അത് സാരമില്ല, നമ്മളിതിൻ്റെ വാട്ടമൊക്കെ മാറ്റിയെടുക്കും. വെള്ളം ഒഴിച്ചതിന്റെ വാട്ടം മാറ്റണം. ഇപ്പൊ ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ആയതുകൊണ്ടല്ലോ ഇവിടെ മുഴുവൻ കണ്ട കൊടികളൊക്കെ. ഓറഞ്ച് കളറിന്റെ കൊടിയാണ്. ചുമരാന്ന് പറയാൻ പാടില്ല. കണ്ട 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 കംപ്ലീറ്റ് ഇതില് രാമമന്ത്രാണ്. ഇത് രാമമന്ത്രം. ഇപ്പൊ പെയിന്റ് ഒക്കെ ചെയ്ത് ശ്രീരാം മന്ദിർ പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല കട്ട കലിപ്പാക്കി വെച്ചിരിക്കുന്നു. അതെ, എന്തോ എവിടെയും തുടങ്ങുന്നത് അയോധ്യ, UP ഉത്തർപ്രദേശ്. നട്ടുച്ച നേരത്തെ അന്യായ തിരക്കാണ്. നട്ടുച്ച നേരത്തെ ഇവിടുത്തെ പിള്ളേർ, വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് വരുമല്ലോ ഈ സമയത്ത്. അത് ഇത്രയും ഓട്ടോയും ലോറിയും ബൈക്കും ഒക്കെ. പിന്നെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് നിയമങ്ങളൊക്കെ വളരെ പക്കയാണ്. ഇതുവഴി പോകണം, എങ്ങനെ പോകണം ആർക്കറിയത്തില്ല. എങ്ങനെങ്കിലും ഒക്കെ അങ്ങ് പോകും. എവിടെ ഗ്യാപ്പുള്ളതെന്ന് വെച്ചാൽ അതിന് കയറി പോകാം. എവിടെന്നെങ്കിലും ഒക്കെ കയറ്റി അങ്ങ് പോവുക. ഇങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മുടെ SBI ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടുണ്ടായിരുന്നല്ലോ.
SB അല്ലേ കേട്ടോ, ബാങ്ക് ഓഫ് ബറോഡ. അതല്ല, അതല്ല ഈ ജംഗ്ഷൻ നമ്മള് ജംഗ്ഷന്റെ പേര് SBI ജംഗ്ഷൻ എന്ന് പറയുന്നത്. കാര്യം ഇവിടെ ഒരു ബാങ്കില്ല, ഇവിടെ ഒരു SBI ബാങ്ക്. നോ പാർക്കിംഗ് ബോർഡൊക്കെ ഇപ്പൊ അത് വെച്ചിട്ടുണ്ട്. നേരത്തെ അതും പ്രശ്നമില്ലായിരുന്നു. ഇവിടെ പാർക്കിംഗ് വലിയൊരു പ്രശ്നമാണ്. ഇവിടെ അത് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത. മെഡിസിൻ മരുന്ന് കൊണ്ടുവന്ന വണ്ടിയാണ് ഇത് ഈ ലോറി ഇവിടെ ഒത്തിരി മണ്ടക്കേരി ഫാക്ടറികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അത് കാരണം ഇവിടെ ഫുള്ള് ഫാക്ടറികളാണ്. ഒരു ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം ഫാക്ടറി. നമുക്കൊരു ദിവസം പോവാം അവിടെ. നമുക്ക് ഒരു പ്രാവശ്യം പോകണം അങ്ങോട്ട്. അവിടെ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഫാക്ടറികളിൽ കയറുകയൊക്കെ ചെയ്യാം നമുക്ക്. ടയർ റീടയർഡ് ചെയ്യുന്ന ഫാക്ടറികൾ, കമ്പനികളുണ്ട്. പിന്നെ ലൈറ്റ് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് ഒരുപാട് കുറെ കമ്പനികളുണ്ട്. ബുക്കിന്റെ ബൈൻഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഇവിടെ ഒരുപാട് ഫുട്പാത്ത് കച്ചവടക്കാരുണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് പോലീസ് അവരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അതെന്താ സംഭവം നമുക്ക് അറിയത്തില്ല. ശരിയാ. അതുകാരണം ഇപ്പൊ റോഡയിൽ കുറച്ച് ട്രാഫിക് ബ്ലോക്ക് കുറവുണ്ട്. അല്ലെങ്കിൽ റോഡിന്റെ പകുതി വരെ ഫുട്പാത്ത്. പിന്നെ രസമാ. വെള്ളിയാഴ്ച ഇവിടെ നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. നമുക്ക് ഫ്രൈഡേ മാർക്കറ്റ്. അങ്ങാടി 68. ഫ്രൈഡേ മാർക്കറ്റ് അത് ഒരു ദിവസം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് കാണാൻ ഒത്തിരി ഉണ്ട്. ഇത് നമ്മൾ ഒരു ദിവസം അത് അടുത്ത വെള്ളിയാഴ്ച കാണിച്ചു തരാം. അടുത്ത വെള്ളിയാഴ്ച ഉണ്ട് നമുക്ക് ഫ്രൈഡേ മാർക്കറ്റ് കാണാം. അതുകൊണ്ട് ഇവിടെ ഒരു ഡി മാർട്ട് ഉണ്ട്. ഡി മാർട്ടിന് പറയുന്ന സാധനത്തിന്റെ ബി മാർട്ട്, അങ്ങനെ കുറെ മാർട്ടുകളുണ്ട് ഇവിടെ. റിലയൻസിന്റെ മാർട്ടുണ്ട്. നമുക്കൊരു ദിവസം അവിടെ പോകാം. റിലയൻസിന്റെ മാർട്ട്. അതിനകമൊക്കെ കാണാം. റിലയൻസിന്റെ മാർട്ട് ഇപ്പൊ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ റിലയൻസിന്റെ മാർട്ട് എങ്ങനെയാണെന്നൊന്ന് കണ്ട്. കേരളത്തിലും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. നല്ലൊരു LG കോമറ്റ് പോകുന്നു ഗൈസ്, പതുക്കെ. കാരണം ഇവിടുത്തെ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ 100 LG കോമറ്റ് വളരെ കുറച്ച് ആൾക്കാരെ പതുക്കെ പോകുന്നത്. ഇവിടെ ഈ ടൂ വീലർ ആൾക്കാര് ഭയങ്കര സ്പീഡിൽ പോകുന്നവരാണ്. ടൂ വീലറിനെ ഹെൽമെറ്റ് വലിയ കമ്പൽസറി ഒന്നുമല്ല. അതുകാരണം ആരും ഹെൽമെറ്റ് ഒന്നും ഉപയോഗിക്കത്തൊന്നുമില്ല. പിന്നെ കുറച്ച് ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ വലിയ അപകടങ്ങളോ കാര്യങ്ങളൊക്കെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദൂരമല്ല പോകുന്നത്. പക്ഷെ ആളെ മുമ്പിൽ കണ്ടാൽ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തില്ലേ. തലേകുത്തി വീണാലും പൊടി തട്ടി എഴുതിയിട്ടൊക്കെ പൊക്കോളൂ. അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ല. ഈ മുമ്പിൽ പോകുന്നതാണല്ലോ നമ്മുടെ വീടുകളിൽ വന്നിട്ട് ഈ വേസ്റ്റ് ഒക്കെ എടുക്കുന്ന വണ്ടിയാണ്. അവര് എല്ലാ വീട്ടിലും ഞാൻ രാവിലെ വരും. നമ്മുടെ ഈ വീടുകളിലും വരും, ബിൽഡിങ്ങുകളിലും. അവര് വന്ന് നമ്മുടെ എന്താ പറയുക സ്റ്റെയർ കേസും ഒക്കെ തൂത്ത് വൃത്തിയാക്കി നമ്മുടെ വീടിന്റെ അങ്ങോട്ട് കയറി വന്ന് വേസ്റ്റ് ഒക്കെ എടുത്ത് വേസ്റ്റ് എല്ലാം എടുത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടും പരിസരവും ഒന്നും വൃത്തിയാടാതില്ല. അവരതൊരു ഡംപിങ് യാർഡുണ്ട്. വഴിയിലൊക്കെ ആണല്ലേ കൊണ്ട് അങ്ങനെ കച്ചറൊന്നും ആദ്യം അങ്ങനെ ആരും കൊണ്ട് തള്ളത്തത്. നല്ലൊരു വലിയ പൊടി. അങ്ങനെ തള്ളിയാൽ തന്നെ ഇവര് രാവിലെ വന്ന് എല്ലാം തൂത്ത് വൃത്തിയാക്കി. ആ കാര്യമൊക്കെ നല്ല പക്കയായിട്ടാണ്. വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ വളരെ പക്കായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇടവഴിയുണ്ട്. ഇടവഴി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തുന്നുണ്ട്. അവിടെ തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഇവിടെ ഫുള്ള് വർക്ക്ഷോപ്പ്. ഈ ഇടവഴി ഫുള്ള് വർക്ക്ഷോപ്പ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് മൊബൈൽ കടകളാണെങ്കിൽ അവിടെ മുഴുവൻ മൊബൈൽ കട. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. കാര്യം അവിടെ മൊബൈൽ ജംഗ്ഷനിൽ തന്നെ ഇത് പറയുന്നത് തന്നെ ഒരു റോഡ് കംപ്ലീറ്റ് മൊബൈൽ കടയാണ്. കഴിഞ്ഞ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്. ആ ബേക്കറി ഇപ്പൊ മാറ്റി അത് മൊബൈൽ കടയാണ്. ഇവിടെ മറ്റേ ഹൈടെക് കാറുകളൊക്കെ സർവീസ് ചെയ്യുന്ന സ്ഥലമാണ്. വെള്ളത്തിൽ വാഷ് ചെയ്യുന്നത്. ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട്, ഓട്ടോമാറ്റിക് റോക്കറ്റ് വിടുന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ഹൈവേയിലെത്തി. ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ഒരു മെഷീൻ കാണും. കാറിനെ ഇങ്ങനെ പൊക്കി മണ്ടക്ക് കയറ്റും താഴോട്ടാക്കും, മണ്ടക്ക് കയറ്റും താഴോട്ടാക്കും. ഇവിടെ മാരുതി സുസുക്കി നെക്സ അരേന അതിന്റെ ഒരു ഷോറൂമും സർവീസ് സെന്ററും എല്ലാം കൂടെ ഉണ്ട്. ഇത് പാൽഗർ വെസ്റ്റ് ആണ് ഗൈസ്. പുതിയ പുതിയ ഓരോ കെട്ടിടങ്ങള്. ഇതും എന്താ ഷോറൂം ആണെന്നോ? ഇതും അതുപോലത്തെ ഒരു സംഭവം. ഒരു ചേട്ടൻ അതിന്റെ മേടി പാട്ടൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഷോറൂമും ബിൽഡിങ്ങും ഒരേപോലെ. പിന്നെ ആട്ടത് ഉണ്ട് റോക്കറ്റ് പുതിയതായിട്ട് പണിത് വരുന്നൊരു ബിൽഡിംഗ് ആണ്. പണ്ട് ഇവിടെ 3 നില മാത്രമേ പണിയാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ 8 നില വരെ സാങ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കടലിനടുത്ത് സ്ഥലമായതുണ്ടല്ലോ, ആദ്യം പണിയാനായിട്ട് അവർ ആദ്യമൊന്നും സാങ്ഷൻ കൊടുക്കാറില്ല. ബോംബെയിലൊക്കെ എന്ത് പൊക്കത്തിലാണ് പണിയുന്നത്. ഇപ്പൊ 8 നില വരെ സാങ്ഷൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഉണ്ടല്ലോ ഭയങ്കര പൊക്കത്തില് ചെറിയ സ്ഥലമേ ഉള്ളൂ.
8 നില വരെ 8 അല്ല, ഒരു പണി വരും. ഒരു സെന്റ് സ്ഥലമാണെങ്കിൽ പിന്നെ അവർ അതിനകത്ത് മറ്റേ 50 നിലയുടെ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഭയങ്കര കാടാണ്. ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ രാത്രിയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് കാട്ടുമുയലിനെയൊക്കെ കാണാറുണ്ട്. ആ കാട്ടുമുയലും അറിയാവുന്നൊരു ചേച്ചിയാണ്. അപ്പൊ വീഡിയോ എടുത്തോണ്ട് പോകണം ചോദിക്കും. അതാണ് നമ്മുടെ നാട്ടിൽ. ഇച്ചിരി ഒതുക്കി കൊടുക്കാം നമ്മുടെ. അല്ല വണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കുറേ വലിയൊരു വീട് പണിതിട്ടുണ്ട്. ഇവിടെ ഒരു 5 വർഷമായി ഈ വീട് പണിയാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് തീർന്നില്ല. ഇതുണ്ടോടാ ഇപ്പോഴത്തെ സൈഡില്? ഇതൊരു കൃഷിത്തോട്ടമാണ്. ഈ ഇതുണ്ടല്ലോ പണ്ട് നമ്മുടെ നാട്ടിൽ ഐസ്ക്രീം കൊണ്ടുവരത്തില്ലേ, ഐസും. ഈ വണ്ടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ അവർ അതെല്ലാം അനൗൺസ് ചെയ്യും. പാട്ട് വെക്കും. പാട്ട് വെച്ച് മണിയൊക്കെ അടിച്ചോണ്ടിരുന്നു. അപ്പം വീട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും. ആലി 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 വന്നു ഗന്ധാ ഗാഡി വന്നു. ഗന്ധാകാടി എന്ന് അഴുക്ക് വണ്ടി. അഴുക്ക് കൊണ്ടുവന്ന വണ്ടി. അഴുക്ക് വണ്ടിയല്ല, വണ്ടിയൊക്കെ നല്ല വണ്ടിയാ. ഇത് ഈ പ്രൈവറ്റ് ഏജൻസികളാണ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബൊഗൈൻവില്ല ഉണ്ടോ? ആ, അടിപൊളി. ഇതിനകത്ത് നിറച്ച് ചിക്കു ഉണ്ട്. ചിക്കു പലതരം കൃഷികളാണ്. ചിക്കുണ്ട്, ആലുണ്ട്, മാവില്ലേ, മാവുണ്ട്. പിന്നെ ഇഷ്ടം പോലെ പാമ്പും ഉണ്ട്. അതന്നെ കഴുത്ത കരിപ്പ് പാമ്പുകൾ. ഇവിടെ മറ്റേ മഞ്ഞ നിറത്തിൽ അനാക്കൊണ്ടയുടെ വലിപ്പമുള്ള പാമ്പൊക്കെ ഉണ്ട്. പല പല ഡിസൈനുള്ള മൾട്ടി കളർ ഒക്കെ ഉള്ള ഡിസൈനുള്ള പാമ്പുകള്, കറുത്ത പാമ്പ്, വെളുത്ത പാമ്പ് എല്ലാം ഉണ്ട്. മൾട്ടി കളർ പാമ്പുണ്ട്. പാമ്പുകളുടെ വിവിധമായ ശേഖരം കാണണമെങ്കിൽ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ഫുള്ള് പാമ്പ് തോട്ടമാണ്. അപ്പൊ നമ്മുടെ അത്യാവശ്യം ചെറിയ മെയിൻ്റനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാരണം നമുക്ക് ഇതുവഴി കയറി പോവാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി കാണാം. അതെ. അപ്പം ബൈ ബൈ.